ഞാനൊരു കഥ പറയാം. ഒരു ഓഫീസിൽ ഒരു മാനേജറുടെ റൂമിൽ അയാളുടെ ടേബിളിന്റെ മേലെ ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നു രാവിലെ പോയിട്ട് ഒരു റോസ് പൂവ് കൊണ്ടുവെക്കും. ആരും പറഞ്ഞിട്ടൊന്നല്ല, ഇയാളെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു റോസ് പൂവായിട്ട് വരും. അത് അയാളുടെ മാനേജർ ടേബിളിൽ കൊണ്ടുവെക്കും. അയാളുടെ ഒരു ഇഷ്ടം. അങ്ങനെ കാലങ്ങളായിട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം മാനേജർ റൂമിലെത്തി നോക്കിയപ്പോൾ ഈ ടേബിളിലുള്ള പൂവ് കുറച്ച് വാടിയ പൂവാണ്. അപ്പൊ വെറുതെ തമാശക്ക് ഈ മനുഷ്യൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ മാനേജർ അയാളെ തോള് തട്ടിയിട്ട് പറഞ്ഞു, എന്താണോ മനുഷ്യ, വാടിയ പൂവാണോ ടേബിളിൽ കൊണ്ടുവെക്കലെന്ന്. ഇത്ര ചോദിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും പെട്ടെന്നത് കേട്ടപ്പോൾ ഈ മനുഷ്യൻക്ക് സങ്കടമായി. അയാളെ വിചാരിച്ചു എന്റെ മാനേജർ ഇന്നെ ചീത്ത പറഞ്ഞതാണെന്ന്. ഈ സങ്കടത്തിൽ അയാളുടെ സ്ട്രെസ് കയറി അയാളുടെ വർക്കൊക്കെ ഡിസോർഡറായി. വൈകുന്നേരം അയാൾ വീട്ടിൽ പോവാ. എന്നും വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിക്കുമ്പോ സ്നേഹത്തോടുകൂടി അയാളുടെ ഭാര്യ ഒരു കപ്പ് ചായയിട്ട് വന്നിട്ടാണ് വാതിൽ തുറന്നു കൊടുക്കുക. അന്നും ബെല്ലടിച്ച മനുഷ്യൻക്ക് ചായയിട്ട് വന്നിട്ട് ഭാര്യ വാതിൽ തുറന്നെടുത്തു. ചായ നീട്ടിയപ്പോ സ്ട്രെസ്സിൽ വന്ന മനുഷ്യൻ ചായന്റെ കപ്പ് ഒറ്റ തട്ട്, ഇയാണ്ട് കൊണ്ടേ കുടിച്ചാൽ മതി എന്റെ ചായ എന്ന്. ഈ മനുഷ്യൻക്ക് ദേഷ്യം ഭാര്യനോടാണോ? ആണോ? അല്ല. എന്നു സ്നേഹത്തിൽ ചായ വാങ്ങണ ഭർത്താവ് കപ്പ് തട്ടിയപ്പോ ഭാര്യന്റെ സ്ട്രെസ്സും കയറി. ഭാര്യ ദേഷ്യം പിടിച്ച് വീടിന്റെ ഉള്ളിൽ നടക്കുമ്പോൾ മോള് വന്നിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് ഹോംവർക്ക് ചെയ്യാണ്ട്, നിങ്ങൾ പറഞ്ഞു തരണമെന്ന്. എന്നും ഹോംവർക്ക് പറഞ്ഞു കൊടുക്കണം. അമ്മ എന്ത് ചെയ്തു? പുസ്തകം വിളിച്ചൂടെ അറ്റ കയറി അച്ഛനോട് പോയി ചോദിക്കും, എനിക്കും ഒഴിവില്ല. അമ്മക്ക് ദേഷ്യം മോളോടാണോ? അല്ല. അമ്മ ദേഷ്യം പിടിച്ചപ്പോ മോളെ സ്ട്രെസ് കയറി ഭ്രാന്ത് പിടിച്ച് വീടിന്റെ ഉള്ളിൽ നടക്കണ മോളെ കാലിന്റെ ഇടയിൽ കൂടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച ഇങ്ങനെ ഒച്ചുണ്ടാക്കി വന്നു. ദേഷ്യം പിടിച്ച കുട്ടി പൂച്ചനെ ഒറ്റ ചവിട്ട്, പൂച്ച തെറിച്ച് ചുമരിൽ തലയിടിച്ച് വീണ് ചത്തു. എന്റെ ക്വസ്റ്റ്യൻ, ഈ പൂച്ചൻ ആരാ കൊന്നത്? ആരാ കൊന്ന്? മാനേജറാ? അങ്ങനെയാണെങ്കിൽ റോസ് പൂവല്ലേ ഒന്ന്? അല്ലേ? ആ ചോദ്യം അവിടെ നിൽക്കട്ടെ, ഞാൻ അതിനു വേണ്ടി ചോദിച്ചൊന്നല്ല. ഇത്രയും മനുഷ്യന്മാരുടെ ഇടയിൽ ആരെങ്കിലും ഒരാള് അയാളുടെ സ്ട്രെസ് കൺട്രോൾ ചെയ്തുകണമെങ്കിൽ ആ പൂച്ച അവിടെ ബാക്കിയാവുമായിരുന്നു. ഇത്ര ഉള്ളു സ്ട്രെസ്. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനം മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോൺ ഇങ്ങനെ കയ്യിൽ തന്നാൽ നിങ്ങൾക്ക് 1 മിനിറ്റ് പിടിക്കാൻ പറ്റുമോ? പറ്റൂലേ? പറ്റോ ഇല്ലേ? 1 മിനിറ്റ് കയ്യിൽ പിടിക്കാൻ പറ്റും. 1 മണിക്കൂർ പറ്റുമോ? ചെറിയ ബുദ്ധിമുട്ടാ. 1 ദിവസം കംപ്ലീറ്റ് ഇങ്ങനെ പിടിച്ചു നിൽക്കുവോ? 2 ദിവസം നടക്കൂല. സ്ട്രെസ് ഉണ്ടാവുക എന്നുള്ളത് തെറ്റല്ല, അത് കുറേ സമയം കൊണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ്. അപ്പോഴാണ് അത് നമുക്ക് ദോഷം ചെയ്തു തുടങ്ങുന്നത്. അവിടെയാണ് മക്കളും മാതാപിതാക്കളും, മാതാപിതാക്കളും മക്കളും, അധ്യാപകരും വിദ്യാർത്ഥികളും, വിദ്യാർത്ഥികളും അധ്യാപകരും ആകെ അടിയാവുന്നത്. നമ്മൾ കുറഞ്ഞു കൊടുക്കാൻ റെഡിയല്ല. ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ റഫ്ലത്ത് മാം സംസാരിച്ചതിനെ അങ്ങനെ കണക്ട് ചെയ്തു എന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് കാര്യമായിട്ട് പറയാനുള്ളത്, മക്കൾ ഇവിടെ ഈ സ്കൂളിൽ ടീച്ചേഴ്സ് പേരൻസിനെ കൊണ്ട് സ്വപ്നങ്ങളൊക്കെ എഴുതിച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ കൂടുതൽ വന്നിട്ടുള്ള സാധനം എഴുതാത്തവരും നമ്മളൊക്കെ ഉള്ളിലുണ്ടാവല് എന്തൊക്കെ പറഞ്ഞാലും പറയും, കുട്ടി ഉഷാറാവണം. ആണോ? അല്ലേ? കുട്ടി ഉഷാറാവണം, നന്നാവണം. ചില ആൾക്കാർ പറയും ടീച്ചർ ആവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. ഇതൊന്നും പറയാത്തവരും പറയില്ല. എന്താ അറിയോ? നല്ല മനുഷ്യനാവണം എന്നാ. ഈ ആഗ്രഹം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതിന് നമ്മൾ വേണ്ടത് ഫസ്റ്റ് നമ്മൾ റോൾ